അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുന്നു. 16-ാം സങ്കീർത്തനത്തിലെ 8, 9, 10 വാക്യം. ഞാൻ കർത്താവെ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു. എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവിത്വം കാണാൻ സമ്മതിക്കുന്നതുമില്ല. കർത്താവാകുന്ന ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് മുഖാന്തരം ഈ ഭൂമിയിൽ യഹൂദദേശത്ത് വെച്ച് പാടിയ പാട്ടിൻ്റെ ചില പദങ്ങളത്രേ നമ്മളിവിടെ വായിച്ചത്. ദൈവദാസനായ ദാവീദ് പാടിയ പാട്ടിൽ 16-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവത്തെ വച്ചിരിക്കുന്നു. അവൻ്റെ കർത്താവിനെ എപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയിലും, ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ അവൻ ശരീരത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് ഉണരുന്ന നിമിഷം മുതൽ ഉറങ്ങുന്നത് വരെയും, അവൻ ഉറക്കത്തിൽ ഉണരുന്ന നിമിഷം മുതൽ ഉണരുന്നത് വരെയും നന്മതിന്മകളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ബാലനായിരിക്കുമ്പോഴും യൗവനക്കാരനായിരിക്കുമ്പോഴും വാർദ്ധക്യത്തിലും എല്ലാ സമയത്തും തൻ്റെ അനുഭവം കൊണ്ട് താൻ പറയുകയാണ്, ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാക്കി. ദൈവം ഒഴികെ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ വേണ്ട. ഞാൻ ദൈവം ഒഴികെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതാണ് ദൈവദാസനായ ദാവീദിനെ ദൈവത്തിന് ഏറ്റവും പ്രിയനാക്കി തീർത്തതിനുള്ള പ്രധാന കാരണം. ദൈവദാസനായ ദാവീദ് എപ്പോഴും ദൈവത്തെ തൻ്റെ മുമ്പിൽ വെച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാക്കി ദൈവദാസൻ ദൈവത്തെ സ്ഥാനം കൊടുത്തു. നമ്മൾ ചില വീടുകളിലൊക്കെ കാണുമ്പോൾ വായിക്കാറുണ്ട്, യഹോവ ഈ വീട്ടിൻ്റെ നായകൻ. അത് മെയിൻ വാതിലിൻ്റെ വെളിയിലുള്ള ഉമ്മരപ്പടിയിലടിക്കും. എന്തുവായാലും അങ്ങനെ ഒരു വാക്യം അവിടെ എഴുതി വച്ചേക്കും. ഇതേപോലെയല്ല ദാവീദ്, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി ഇത് വീടിൻ്റെ മുമ്പിലുള്ള സ്ഥാനമേ അവർ കർത്താവിന് കൊടുക്കുന്നുള്ളൂ. അകത്തെങ്ങനെയാണോ അത് അവർക്കേ അറിയത്തുള്ളൂ. ദൈവത്തിനും അറിയാം. നന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു, സ്തോത്രം. എന്നാൽ ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയും അവൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ ഒരു ചരിത്രം പഠിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. 1 ശമൂവേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴും 2 ശമൂവേലിൻ്റെ പുസ്തകം പഠിക്കുമ്പോഴും ദാവീദിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് അവിടെ രചിച്ചിരിക്കുന്നത്, അവർ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ്, ഒരു ജീവിതത്തിൽ വന്നുപോയ ഒരു പാളിച്ച ഒഴിച്ച് ബാക്കി ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതപ്രകാരമേ ദാവീദ് പ്രവർത്തിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് ദൈവമോ ദാവീദിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ എന്ത് ചെയ്യുന്നില്ല, ലജ്ജിക്കുന്നില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് മാനിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ പേരിൽ ദൈവം അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അതിന് ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞാൽ, ദൈവം അബ്രഹാമിൻ്റെ ദൈവമെന്നും ഇസഹാക്കിൻ്റെ ദൈവമെന്നും യാക്കോബിൻ്റെ ദൈവമെന്നും വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് സംബോധന ചെയ്യുന്നത്
ദൈവത്തിന് വേറെ ഇഷ്ടമുള്ള സംഗതിയാണെന്ന് നമുക്ക് രാജാക്കന്മാരുടെ പുസ്തകങ്ങളും മാത്രമല്ല നമുക്ക് ഉൽപ്പത്തി പുസ്തകങ്ങളും മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമേ. ഇസ്രായേലിൽ പറയുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് ദൈവത്തെ സംബോധന ചെയ്യുന്നത് ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമായത്? നമ്മെപ്പോലെ സമസൃഷ്ടിയാൽ സൃഷ്ടിക്കപ്പെട്ടാണ് ഈ പുരുഷന്മാരെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവർ ഈ പിശാച് വാഴുന്ന ലോകത്തിൽ, ലോകം അതിൻ്റെ പൂർണ്ണ നിയന്ത്രണവും ആദം മുഖാന്തരം സാത്താൻ്റെ കയ്യിൽ ആയിരിക്കുന്ന ആ പീരീഡ്, എല്ലാ പീരീഡിലും, അതായത് സഭയുടെ റാപ്ചർ നടന്ന് ദൈവസഭയിലേക്ക് ദൈവത്തിൻ്റെ അധികാരമെല്ലാം ട്രാൻസ്ഫർ ആക്കി കർത്താവും ദേവാദി ദൈവവുമായി ഭൂമിയുടെ സർവ്വ അധികാരവും യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമാകുന്ന ആ നിമിഷം വരെയും പിശാചിൻ്റെ അധികാരം, പിശാചിൻ്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കും. ആ അധികാരത്തിൻ്റെ പൂർണ്ണത ദൈവമഹത്വത്തിൻ്റെ സന്നിധിയിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാകും. പിന്നെ പിശാചിനെയും അവൻ്റെ ഭരണത്തെയും ഭരണാധികാരികളെയും മേഘയിലുമായി പടവെട്ടി അവനെ ഭൂമിയിലേക്ക് തള്ളിക്കളയും. അത് അല്പകാലം കഴിയുമ്പോൾ ഭൂമിയിൽ നിന്ന് അവനെ ചങ്ങലയിൽ ബന്ധിച്ച് 1000 ആണ്ട് വായിച്ച് കാലം പൂർണ്ണമായും പൂർത്തീകരിക്കുന്നവരെയും ബന്ധിച്ച് അത് അഗാധ കൂപത്തിൽ തള്ളിയിടും. ശേഷം അല്പസമയം കഴിഞ്ഞിട്ട് അവൻ എന്നേക്കുമായി നിത്യ തീപ്പയിലേക്ക് സാത്താനും അവൻ്റെ അനുയായികൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് തള്ളിക്കളയും. സ്തോത്രം. അപ്പം അവൻ്റെ അധികാരം എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ അവനെ എന്ത് ചെയ്യത്തുള്ളൂ? ബന്ധിക്കത്തുള്ളൂ, അവനോട് യുദ്ധമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കവർച്ച പങ്കിടാൻ പറ്റത്തില്ല. അപ്പോൾ യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്ന എന്തിനു വേണ്ടിയാണ്? ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നതിനു വേണ്ടി ബലവാനെ പിടിച്ചു കെട്ടാൻ. ബലവാനെ പിടിച്ചു കെട്ടിയത് കാൽവറി ക്രൂശിൽ നമ്മൾ അനുഭവിക്കുന്നു. ഇന്നും കാൽവറി ക്രൂശ് മുഖാന്തരമായിട്ട് നാം അനുഭവിക്കുക. ഇപ്പം ബലവാനെ പിടിച്ചു കെട്ടുക, ബലവാനെ ബന്ധിക്കുക. എപ്പോഴാണ് പിശാച് മനുഷ്യന്റെ മുമ്പിൽ ബലവാനായത്? ആദ്യം മനുഷ്യനായ ആദം പാപം ചെയ്തത് മുഖാന്തരം, പിശാചിനെ അനുസരിച്ചത് മുഖാന്തരം അവനൊരു പദവി കിട്ടി. എന്താണ്? ദൈവപുത്രൻ എന്നുള്ള പദവിയുടെ സ്ഥാനത്ത് സാത്താൻ്റെ പുത്രൻ എന്നുള്ളൊരു പദവി കിട്ടി. ഈ പദവി ലഭിച്ച നാൾ മുതൽ ഇന്നും ഇനി മുന്നോട്ടും കർത്താവ് നിശ്ചയിക്കപ്പെട്ട കാലയളവ് പൂർത്തീകരിക്കുന്നത് വരെയും പിശാചിന് മനുഷ്യൻ മുഖാന്തരമായി ഈ ഭൂമിയിൽ അധികാരം ലഭിച്ചിരിക്കുകയാണ്. ഈ അധികാരം അവനിൽ നിന്ന് പിടിച്ച് പറിക്കുന്ന പീരീഡാണ് BC 4 ആണ്ട് മുതൽ സഭയുടെ റാപ്ചർ വരെയുള്ള ടൈം. ഹല്ലേലൂയ. BC ഏകദേശം 4 ആണ്ടിൽ യേശു ജനിച്ചു. യേശുവിൻ്റെ ശാരീരിക ജനനം മുതൽ പിന്നെ ഏകദേശം 30 വയസ്സായപ്പോൾ യോർദാനിൽ യോഹന്നാൻ്റെ കരങ്ങളാൽ സ്നാനപ്പെട്ടു. 3.5 വർഷം, ഏകദേശം 3.5 വർഷം പരിശുദ്ധ ശുശ്രൂഷ നടന്നു. അത് കഴിഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ അല്ല പാപം, തൻ്റെ പാപമില്ലാത്ത ശരീരവും പാപമില്ലാത്ത രക്തവും മനുഷ്യവർഗത്തിനെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് നൽകിയിട്ട് ശിഷ്യന്മാരിലൂടെ ലോകത്തിൻ്റെ പാപത്തെയും ലോകത്തിൻ്റെ പാവരക്തത്തെയും ലോകത്തിൻ്റെ പാവശരീരത്തെയും, ഇപ്പം ലോകത്തിൻ്റെ പാവരക്തത്തെയും പാവശരീരത്തെയും സ്വന്തം ചുമലിൽ എടുത്തുകൊണ്ട് ഈ പാവശരീരവും പാവരക്തവും മുഖാന്തരമായി മലിനമായി തീർന്ന ശരീരത്തെ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞു. അങ്ങനെ ആ തകർത്ത ശരീരം 3 ദിവസം ദൈവസഭയുടെ റാപ്ചറുള്ള ബന്ധത്തിൽ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ, ഞാനിതിനെ 3 ദിവസത്തിനകം പണിയും. ഈ വ്യവസ്ഥ പ്രകാരം ദൈവത്തിൻ്റെ സഭയെ ദൈവം 3 ദിവസത്തിനകം പണിയുവാനായിട്ട് കാത്തിരിക്കുന്നു. 2 ദിവസം പൂർത്തീകരിക്കാൻ പോവുകയാണ്. 3-ാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 3 ദിവസത്തിനകം കർത്താവ്
തൻ്റെ ശരീരത്തെ പണിയും. പ്രൈസ് ദി ലോർഡ്. എന്തായാലും എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അപ്പം ഒന്നാമത്തത് കാൽവറി ക്രൂശിൽ അവൻ്റെ ശരീരത്തെ തകർത്തു. ആ ക്രൂശ് മരണം മുഖാന്തരമായിട്ടാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നതും നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരുന്നതും. ക്രൂശ് മരണം നടക്കാതിരുന്നുവെങ്കിൽ ദൈവ ശരീരമായ സഭ എന്നൊരു കാര്യം ഭൂമിയിൽ ഉളവാകത്തില്ലായിരുന്നു. ദൈവ ശരീരമായ സഭ ഭൂമിയിൽ ഉളവാകാനുള്ള കാരണം യേശുവിൻ്റെ ക്രൂശ് മരണമാണ്. സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ് യേശുവിൻ്റെ ശരീരം. ഈ ശരീരത്തെ പൊളിക്കാൻ വേണ്ടിയാണ് ദൈവം പൊളിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യഹൂദൻ ഈ ഭൂമിയിൽ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്ത് അബ്രഹാമിലൂടെ ഇസഹാക്കിലൂടെ യാക്കോബിലൂടെ സ്തോത്രം ഒരു 12 ഗോത്രത്തെ നിർമ്മിച്ചതും അതിൽ ലേവിയെയും യഹൂദയെയും വിശേഷാൽ തിരഞ്ഞെടുക്കുകയും യഹൂദയിൽ ദാവീദിനെ തിരഞ്ഞെടുക്കുകയും ദാവീദിൽ നിന്ന് യോസഫ് മുഖാന്തരമായിട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ദൈവീയ വാക്തത്വത്തിൻ്റെ ഒരു പദ്ധതി അവിടെ തയ്യാറാക്കുക. അതുകൊണ്ട് യോസഫിൻ്റെ സന്തതിയല്ല യേശു, എങ്കിലും യോസഫിൻ്റെ മകൻ എന്നാണ് യേശുവിനെ അറിയപ്പെടുന്നത്, ദാവീദിൻ്റെ പുത്രനെന്ന് നിങ്ങൾക്കറിയാമല്ലോ പ്രിയരെ. എന്നാൽ ജനനം ശരീരം കൊണ്ടുവരുമ്പോൾ ദൈവം കർത്താവിൻ്റെ ശരീരം ഒരുക്കി വെച്ചു. ആ ശരീരം ഉരുത്തിരിഞ്ഞത് മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലാണ്. മറിയം ലേവിയ ഗോത്രത്തിലുമാണ്. അപ്പം ലേവിയെയും യഹൂദയെയും ദൈവം രക്ഷാപ്രവർത്തനത്തിനു വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തു മാറ്റി. അവരിലൂടെ ക്രിസ്തു എന്ന രക്ഷിതാവ് ലോകത്തിൽ മനുഷ്യനായി തീർന്ന ശരീരത്തിന് യേശു എന്ന് പേരിട്ടു. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ആ യേശുവിനെ ദൈവം യോർദാൻ്റെ കരയിൽ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അഭിഷേകം ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവായി. യേശു ക്രിസ്തു എന്ന ശരീരത്തിൽ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ പാവം ചുമത്തിയിട്ട് ഈ പാവ ശരീരത്തെ കാൽവറി ക്രൂശിൽ തകർത്തു കളഞ്ഞു. ഈ ശരീരത്തിൻ്റെ മരണത്തിന് പങ്കാളിത്തം വഹിക്കണമെങ്കിൽ ഏത് പേരാണോ ശരീരത്തിന് കൊടുത്തിട്ട് ഏത് ശരീരത്തെയാണോ കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞ് അതേ ശരീരത്തിന് ഇട്ട പേരിൽ നമ്മൾ ക്രൂശ് മരണത്തിന് പങ്കാളിയാകുവാൻ സ്നാനപ്പെട്ടാൽ മാത്രമേ പാവമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് പങ്കാളിത്തം വഹിക്കാനും പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ കാൽവറി ക്രൂശിൽ പിശാചിൻ്റെ പാവത്തിൻ്റെ ശമ്പളം മരണമാണ്. മരണം എന്ന വാക്കിനർത്ഥം വേർപാട്. ഏതേനിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം മനുഷ്യനിൽ വ്യാപരിച്ചു. ഈ മരണമെന്ന പിശാചിൻ്റെ കീറാമുട്ടി. എബ്രായ ലേഖനം 2:14 മക്കൾ ജഡരക്തങ്ങളോടുകൂടിയുള്ളവരാകിയാൽ അവന് ഒരേപോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായി പിശാചിന് തൻ്റെ മരണത്തെ നീക്കി. അപ്പോൾ പിശാചിൻ്റെ കീറാമുട്ടി എന്ന് പറഞ്ഞാൽ മരണമാണ്. മരണത്തിൻ്റെ കാരണം പാപം വ്യാപരിച്ചെടുത്ത് മരണം വ്യാപരിക്കുന്നു. മരണം എന്ന് പറഞ്ഞാൽ വേർപാടിൽ നിന്നുള്ള വേർപാട്, വിശുദ്ധിയിൽ നിന്നുള്ള വേർപാട്. അപ്പം ഈ ദൈവത്തിലുള്ള വിശുദ്ധിയിൽ നിന്ന് വേർപെട്ടു പോയ ദൈവത്തിൻ്റെ കെരൂബവർഗത്തിൽപ്പെട്ട ദൂതൻ, അവൻ ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയതിന് അവന് മരണം സംഭവിച്ചു. അവൻ്റെ മരണം മനുഷ്യവർഗത്തിലേക്ക് സ്ഥാപിച്ചപ്പോൾ മനുഷ്യനും മരിച്ചു. സ്തോത്രം. ഈ മനുഷ്യൻ്റെ മരണത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കേണ്ടതിന് മനുഷ്യൻ മുഖാന്തരം പാപമുണ്ടാക്കിയാൽ മനുഷ്യൻ്റെ ഉദ്ധാരണവും മനുഷ്യൻ മുഖാന്തരം ഉണ്ടാകേണ്ടതിന് ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ ജനിച്ചത്? മനുഷ്യൻ മുഖാന്തരമുള്ള ദൈവത്തിൽ നിന്നുള്ള പാപത്താൽ വേർപെട്ടുപോയ മനുഷ്യൻ്റെ പാപനിമിത്തം വേർപെട്ടുപോയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം മനുഷ്യനായി തീർന്നു. അപ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം ആരായി തീർന്നു? മനുഷ്യനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ മനുഷ്യനെയാണ് യേശു എന്ന് പേരിട്ടത്. പിശാച് ആത്മാവിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആത്മാവിൽ പ്രവർത്തിച്ചിരിക്കുന്ന പ്രവൃത്തിയെ ദൈവത്തിന് അഴിക്കേണ്ടതിന് ദൈവം ആത്മാവാകയാൽ ദൈവം എന്ത് ചെയ്തു? ഈ ശരീരത്തെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി
മനുഷ്യനായി തീർന്ന ശരീരത്തെ യേശു എന്ന് പേരിട്ട്, അപ്പം മനുഷ്യനായി ശരീരത്തിന് യേശു എന്ന് പേരിട്ടപ്പോൾ ആ മനുഷ്യ ശരീരത്തിൻ്റെ പേര് യേശുവായി. അപ്പം ഈ മനുഷ്യനായ യേശുവിനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. എന്തിനാ അഭിഷേകം ചെയ്ത? പിശാച് ആത്മാവാകിയാൽ പിശാചിൻ്റെ പ്രവൃത്തി ഏതെനിൽ ആത്മീയമായ തലത്തിലാകിയാൽ, സ്തോത്രം, അവൻ്റെ പ്രവൃത്തി അഴിക്കേണ്ടതിന് ദൈവം അവനെ, അതായത് ആരെ? പിശാചിൻ്റെ പ്രവൃത്തി അഴിക്കാൻ പ്രത്യക്ഷനായ മനുഷ്യപുത്രനെ അഭിഷേകം ചെയ്തു. അങ്ങനെ ആ മനുഷ്യപുത്രൻ ആരായി തീർന്നു? അഭിഷിക്തനായി. അതാണ് യേശുക്രിസ്തു എന്ന പേര്. യേശുവിനെ അഭിഷേകം ചെയ്തു ക്രിസ്തുവാക്കി. അപ്പം യേശു ക്രിസ്തുവായി. ഹല്ലേലൂയ. അപ്പം ഈ യേശു ക്രിസ്തുവിലൂടെ സാത്താൻ്റെ തലയെ തകർത്തു. ഹല്ലേലൂയ. സാത്താൻ്റെ തലയാണ് കാൽവറി ക്രൂശിൽ തകർത്തത്. അതായത് പിശാചിൻ്റെ മരണം, പാപം സംബന്ധിച്ചുള്ള മരണമെന്ന പിശാചിൻ്റെ അധികാരം മനുഷ്യവർഗത്തിൻ്റെ കീറാമുട്ടി. മരണത്തിൻ്റെ അധികാരിയായ പിശാച്, അത് മരണത്തിൻ്റെ അധികാരി, മനുഷ്യൻ്റെ മരണത്തിന് അധികാരമായി തീർന്ന പിശാച്. അപ്പം മനുഷ്യന് മരണം വരുന്നത് എന്തുകൊണ്ടാണ്? പിശാചിൻ്റെ ആജ്ഞ അനുസരിച്ചതുകൊണ്ട്. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ കീറാമുട്ടിയായ മരണത്തെ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ നീക്കി. മരണപര്യന്തം അടിമകളായിരുന്നവരെയെല്ലാം വിടുവിച്ചു. നമ്മെ വിടുവിക്കേണ്ടതിന് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, സ്തോത്രം, നമ്മൾ തിരുവെഴുത്തിലൂടെ ധ്യാനിക്കുന്നത്. യേശു മരണം ആസ്വദിച്ചു, സാത്താനെ പ്രവൃത്തി അഴിച്ചെങ്കിലും അത് പൂർണ്ണമായി ചെയ്തെങ്കിലും അത് പ്രവൃത്തിയിൽ വന്നില്ല. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധനായ പൗലോസ് പറയുന്നു, പിശാചിൻ്റെ പ്രവൃത്തിയെ ദൈവം കർത്താവ് മുഖാന്തരം അഴിച്ചെങ്കിലും അത് പ്രത്യക്ഷമായ തെളിവിൽ കണ്ടില്ല. കാണാത്തതിൻ്റെ കാരണം എന്താണ്? കർത്താവിൻ്റെ ശരീരത്തിന്, ബോഡിക്ക് 2 അവയവമാണ്. ഒന്ന് ശിരസ്സും ശേഷമുള്ള ശരീരവും. ശിരസ്സാണ് കാൽവറി ക്രൂശിൽ ഇവണ്ണം സാത്താൻ്റെ തലയെ തകർത്തത്. ബോഡിക്കും അതിൻ്റെ റോളുണ്ട്. ബോഡിയാണ് വിശുദ്ധ സഭ. യേശുക്രിസ്തുവിന് സ്നാനപ്പെട്ട് വേറെവരുടെ കൂട്ടമാണ് സഭ. ഈ സഭയെന്ന് പറയുന്നത് ദൈവശരീരത്തിൻ്റെ ഓരോ അവയവമാണ്. ഈ ഓരോ അവയവവും ഭൂമിയിൽ ജീവിച്ചിരുന്നുകൊണ്ട് തലയായവന് സകലത്തിലും കീഴ്പ്പെട്ടു. അതുകൊണ്ട് യേശു യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? തലയായ യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെയും എന്ത് ചെയ്യുന്നു? അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കുന്നു, ചെത്തിവെടുപ്പാകുന്നു. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം ത്തിലൂടെ കർത്താവ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് അതാണ് പറയുന്നത്. സ്തോത്രം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങളുടെ പിതാവ്, എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു, കായ്ക്കുന്നൊക്കെ അധികം ഫലം കായി ചെത്തിവെടുപ്പാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകും. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ല സ്വയമായി ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ല നിങ്ങൾ കഴിയില്ല. അപ്പം കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ, അതായത് നമ്മുടെ തലയായവനിൽ, സ്തോത്രം, പൂർണ്ണമായും ആശ്രയിക്കണം. ദാവീദ് ദൈവത്തെ എപ്പോഴും തൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിച്ചതുപോലെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ എപ്പോഴും യേശു ക്രിസ്തുവിനെ തൻ്റെ മുമ്പിൽ വെക്കണം. എന്തിനാണ്? തലയായവനെ മുറുകെ പിടിക്കുവാൻ. തലയായവനെ മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്ത് തഹിക്കുവാൻ, ദൈവഹിതം നമ്മളിൽ പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. അപ്പം തലയായവനെ മുറുകെ പിടിച്ചുകൊണ്ട്, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് നമുക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നമ്മൾ കർത്താവിൻ്റെ നാമം മുറുകെ പിടിക്കണം. ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും കർത്താവിൻ്റെ, എൻ്റെ നാമം നീ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നൊരു ഗുണം നിന്നെക്കുറിച്ച് പറയുവാനുണ്ടെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, വെളിപ്പാട് പുസ്തകം, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളിടമെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു.
വസിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്ത്യാപ്പോസിനെ കൊന്ന കാലത്തും പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. അപ്പം പെർഗമോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ ദൂതൻ പറയുകയാണ്, അല്ല യേശുക്രിസ്തു പറയുകയാണ്, നിനക്ക് ഒരു ഗുണം എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുള്ളൊരു ഗുണം എന്താണ്? നീ എൻ്റെ പേരിനെ, എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുക. അപ്പം ഒരു ദൈവ പൈതൽ എന്ന നിലവാരത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേർപെട്ട ദൈവ പൈതൽ എന്ന നിലവാരത്തിൽ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ നാമം, യേശുക്രിസ്തു എന്ന പേരിനെ മുറുകെ പിടിച്ചുകൊള്ളണം. ആ കർത്താവിൻ്റെ പേരിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ദാവീദ് പറയുന്നത്. എന്താണ്? ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, കുലുങ്ങിപ്പോകില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം, കുലുങ്ങാതെ വണ്ണം വിശ്വാസ ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നാം യേശുക്രിസ്തു എന്ന പേര്, നമ്മുടെ തലയായവനെ മുറുകെ പിടിച്ചു കൊള്ളണം. തലയാകുന്നവനോട് പറ്റിച്ചേർന്നിരുന്നുകൊള്ളണം. തലയാകുന്നവനുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തണം. തലയാകുന്നവനോട് എപ്പോഴും സംസർഗം ഉണ്ടായിരിക്കണം. കർത്താവ് അത് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ കാലത്തും നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ, ദിവസത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ 24 മണിക്കൂറും ദൈവത്തിന് നമ്മളിൽ തന്നെ ഇരിക്കാനും നമ്മളോട് സംസാരിക്കുവാനും ഇഷ്ടമെന്നതിൻ്റെ അർത്ഥം. 1 Corinthians 3:16 പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ മന്ദിരം, ദൈവത്തിൻ്റെ വീട്. നമ്മുടെ വീട്ടിൽ നമ്മൾ പാർക്കാൻ ഇച്ഛിക്കുന്ന സമയമെല്ലാം സുരക്ഷിതമായ ആ വീട്ടിൽ നമ്മൾ പാർക്കുന്നത് പോലെ, ഹല്ലേലൂയ, യേശുവിന് നമ്മളിൽ സുരക്ഷിതമായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവവുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തിയിരിക്കുവാൻ, ഉണർന്നിരിക്കുമ്പോഴെപ്പോഴും നമ്മൾ യേശുവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മയിലിരിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് നമ്മൾ ഉൽപ്പത്തിയിൽ പഠിക്കുന്നു. ഇതേപോലെ നമ്മളെപ്പോഴും ദൈവത്തിലായിരിക്കുകയും ദൈവത്തോടുകൂടെ യാത്ര ചെയ്യുകയും ദൈവത്തിൽ ചിന്തിക്കാനും ചലിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ശരീരത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചുറ്റുപാടുമുള്ള വായു മണ്ഡലത്തിൽ, വായുവുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നമ്മൾ മുഴുകിയിരിക്കുന്നത് പോലെ, അതൊരു ബാലൻസ് ആയിട്ട് ഒരേ അളവിൽ, സ്തോത്രം, അതിൻ്റെ നമ്മുടെ ശരീരത്തിന് 4 വശത്തും ഒരേ അളവിലുള്ള, ഒരേ തിക്നെസ്സിലുള്ള വായു തലങ്ങളിൽ നമ്മളായിരിക്കുന്നത് കൊണ്ട് ഇതൊരു ഭാരമായി നമുക്ക് തോന്നുന്നില്ല. ഇതേപോലെ യേശുക്രിസ്തുവിനെ നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ദൈവവുമായിട്ടുള്ള, മഹാദൈവമായ നസറേനായ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മൾ പുലർത്തി കഴിയുമ്പോൾ കർത്താവുമായിട്ടുള്ള നമ്മുടെ ചേർന്ന് യാത്ര നമുക്കൊരു ഭാരമാകില്ല, പിന്നെ എത്ര സന്തോഷമായിരിക്കും. നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ വായുവിൽ സമ്മർദ്ദം ഈക്വൽ ആയതുകൊണ്ട് ഓരോ പ്രാവശ്യവും നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള ഓക്സിജൻ നമുക്ക് പ്രാണനായി ഭവിക്കുന്നത് പോലെ, ജീവനായി രൂപാന്തരപ്പെടുന്നത് പോലെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, യേശുക്രിസ്തുവിൽ നമ്മൾ ഇതേപോലെ ആയിത്തീരുന്നുവെങ്കിൽ, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചേർന്നിരിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ ജീവൻ നമ്മളിൽ, അത് ജീവനായും, കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? യോഹന്നാൻ സുവിശേഷം 10 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണം, ആടുകൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകേണ്ടത്രേ ഞാൻ വന്നിരിക്കുന്നു. അപ്പം നമുക്ക് അത് ജീവനായിത്തീരും, സമൃദ്ധിയായുള്ള ജീവനായിത്തീരും. ശരീരത്തിലും നമ്മുടെ രക്തത്തിലും ഓക്സിജൻ നമുക്ക് ജീവൻ, ശരീരത്തിൻ്റെ ജീവനായി, എത്രയും ഓക്സിജൻ കൂടുതൽ നമ്മൾ സ്വീകരിക്കുന്നു, അത് നമുക്ക് സമൃദ്ധിയായി ജീവനായി തീരുന്നത് പോലെ, യേശുക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ, നമ്മുടെ തലയാകുന്നവനെ മുറുകെ പിടിക്കുന്ന,
ശരീരത്തിൽ വാസം ചെയ്യും. ദൈവശരീരത്തിൻ്റെ ഭൂവാസ ദൈവശരീരത്തിൻ്റെ അവയവങ്ങളാകുന്ന നമ്മുടെ ഭൂവാസ പൂർത്തീകരണ സമയം വരെ തലയായ കർത്താവിനോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുന്നുവെങ്കിൽ യേശു ക്രിസ്തു എന്ന ഏക നാമത്താൽ പിശാചിൻ്റെ അവയവത്തെ തകർക്കുവാൻ, ശരീരാവയവത്തിൽ ആ അവയവ ഭാഗത്തെ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന, ദൈവം നമുക്കൊണ്ട് കരുതി വച്ചിരിക്കുന്ന, നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്തോത്രം, ആ ശരീരാവയവത്തിൻ്റെ ഭാഗത്തെ തകർക്കുവാനും ആ ശരീരാവയവത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ, പാതാള ഗോപുരത്തിൻ്റെ തലങ്ങളെ ജയിച്ചു മുന്നേറുവാനും സർവശക്തിയുള്ള ദൈവമായ പിതാവ് നമ്മളെ സഹായിക്കും. അതിനെന്ത് വേണം? ഞാൻ എപ്പോഴും, ദാവീദ് പറയണം, ഞാൻ എപ്പോഴും എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഇതേപോലെ ദൈവ പൈതലെ, നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നമുക്ക് വേണ്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട്, നമുക്ക് വേണ്ടി അടക്കപ്പെട്ട്, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്, നമ്മുടെ മേൽ ആ ഉയർപ്പിൻ്റെ ശക്തി അയച്ച് പത്രോസ് ഹൃദയത്തിൽ കുത്തുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത്, ഇതെങ്ങനെ ഞങ്ങൾക്ക് രക്ഷ പ്രാപിക്കുവാൻ, ഞങ്ങൾ ചെയ്ത തെറ്റിനൊരു പ്രായശ്ചിത്തം വരുവാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് വചനം കേട്ടവ സഹോദരങ്ങൾ പത്രോസിനോടും ശേഷമുള്ള അപ്പോസ്തലനോട് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടും ജനനം. സ്തോത്രം. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുന്നതിനെയാണ് ഈ പരിശുദ്ധാത്മാവെന്ന ദാനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭാഗമായി തീരും. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. അപ്പം ദൈവം ആരാകുന്നു? ആത്മാവാകുന്നു. ദൈവം ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവ് അത് ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അവയവവുമായി ഈ ഭൂമിയിൽ തീരുന്ന ഒരവസ്ഥയാണ് നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവസഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ ഒരു അംഗത്തിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ആത്മാവായ സത്യത്തിൻ്റെ ആത്മാവിൻ്റെ അവയവ ജനനമാണ്. സത്യത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനിക്കുന്നതിനെയാണ് നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമ്മുടെ ആത്മാവിൻ്റെ ജനനത്തിൻ്റെ ജനതാവ് ആരാവാണ്? ജനതാവ് വചനമാകുന്നു, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാകും. മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവ് അവളിൽ വന്നു, ദൈവത്തിൻ്റെ ശക്തി അവളിൽ നിന്നിട്ടു. ഇതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു, ദൈവശക്തി നമ്മുടെ നിന്നിട്ടു. ദൈവവചനം, ക്രൂശിൻ്റെ വചനം നമ്മളിൽ ജഡം ധരിച്ചു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവന്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിക്കുന്നു. കെടാത്ത ബീജം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനം. അപ്പം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചനമാകുന്ന നസ്രനായ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വീണ്ടും ജനിച്ചു. അങ്ങനെ നസ്രനായ യേശു നമ്മുടെ പിതാവായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ നസ്രനായ യേശുവിൻ്റെ ക്രൂശിൻ്റെ വചനത്തിലാണ് നമ്മൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവിൻ്റെ പിതാവ് ആരായി തീർന്നു? നസറനായ യേശുവായി തീർന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ എബ്രായർ 2:14 പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോടുകൂടി ഉള്ളവരാകെ അവരും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായി പിടിച്ചു തൻ്റെ മരണത്താൽ നീക്കി. ഇതാരാ ചെയ്തു? നസറനായ യേശു. ഈ നസറനായ യേശുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ പിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ നസറനായ യേശു വന്ന് ജനിക്കുകയാണ്. മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ അക്ഷരീയ മനുഷ്യനായി യേശു ജനിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ആത്മീയ മനുഷ്യനായി ജനിക്കുന്നതിനെയാണ് നമ്മുടെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതിന് 2 ഘട്ടമാണ്. ഒന്ന് യേശുവിനെ കർത്താവും രക്ഷിതാവായി സ്വീകരിക്കണം, മറ്റൊന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനം. ഈ 2 ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിലൂടെ മാത്രമേ എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കത്തുള്ളൂ. എനിക്ക് ആത്മാവെന്ന ദാനം ലഭിക്കുകയുള്ളൂ. എനിക്ക് ആത്മാവെന്ന ദാനം ലഭിക്കണമെങ്കിൽ എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കണം. എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കണമെങ്കിൽ നസറനായ യേശുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. വീണ്ടും ജനനം എങ്ങനെയാകുമെന്നാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദോസിനോട് ദൈവം പറയുന്നത്.
വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, എന്നാലേ വീണ്ടും ജനനം പൂർത്തീകരിക്കത്തുള്ളൂ. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്താലും ആത്മാവിനാലുള്ള ജനനം. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച്, അത് ആത്മാവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുന്നത് വെള്ളത്താലുള്ള ജനനം. അപ്പം വെള്ളത്താലും ആത്മാവിനാലും വെള്ളത്താലും ജനിക്കുമ്പോൾ പത്രോസിൻ്റെ ഉപദേശം പ്രകാരം ഞാൻ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കും. ആ ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ അവയവമായി തീരുകയാണ് എൻ്റെ ആത്മാവ്. ഞാനും എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ അവയവമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്താൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അവയവമാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ളത് എന്താണെന്ന് നമുക്ക് ആ നിമിഷം മുതൽ വെളിപ്പെടാൻ തുടങ്ങും. അതിനു മുമ്പ് വെളിപ്പെടില്ല. അതിനു മുമ്പ് ആത്മീയമായതിനെ ഒന്നും നമുക്ക് വിവേചിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ ആത്മാവ് വീണ്ടും ജനിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ വീണ്ടും ജനിക്കായക കൊണ്ട് നമുക്ക് ദൈവം ആത്മാവെന്ന ദാനം നൽകിയിട്ടില്ലാത്തത് കൊണ്ടും നമ്മുടെ ആത്മാവെന്ന ദാനം നൽകാത്തത് എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവെന്ന ദാനം നൽകത്തില്ല. കാരണം ആത്മാവ് വീണ്ടും ജനിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. ആത്മാവ് വീണ്ടും ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ ഉള്ളിൽ, അവരുടെ ഹൃദയത്തിൽ ആ ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ അവയവമായ എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൽ വീണ്ടും ജനനം നടക്കുകയുള്ളൂ. എൻ്റെ ആത്മാവ് ജനിക്കുന്നത് ആ സമയത്താണ്. എവിടെ വെച്ചാൽ മരിച്ചു പോയത്? ഏദേനിൽ വെച്ച് എൻ്റെ ആത്മാവ് ആദ്യം മനുഷ്യൻ്റെ പാപം നിമിത്തം, സ്തോത്രം, ദൈവകൽപ്പന നിരസിച്ച നിമിത്തം ആ നിമിഷത്തിൽ വെച്ച് എൻ്റെയും നിങ്ങളുടെ ആത്മാവ് മരിച്ചുപോയി. ആത്മാവ് വീണ്ടും ജനിക്കുന്ന എപ്പോഴാണ്? യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ നമ്മൾ സ്നാനപ്പെടുമ്പോഴാണ് എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കുന്നത്. അപ്പം വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കൽ മരിച്ചതിനെ വീണ്ടും ജനിപ്പിക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. എവിടെ വെച്ചാണ് അന്നേരം മരിച്ചത്? ഏദേനിൽ വെച്ച് മരിച്ചു. ഏദേനിൽ വെച്ച് എൻ്റെ ആത്മാവ് മരിച്ചു. സ്തോത്രം. എന്നിലുള്ള ദൈവാത്മാവിൻ്റെ അംശം നഷ്ടപ്പെട്ടു പോയി, എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയി. ഈ ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവിൻ്റെ അംശമായ എൻ്റെ ആത്മാവിനെ വീണ്ടും ജനിപ്പിക്കുന്നത് എപ്പോഴാണ്? യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കുന്നത്. ഇത് നടക്കാത്തിടത്തോളം കാലം ഒരു വ്യക്തിയിലും ആത്മാവ് വീണ്ടും ജനിക്കപ്പെടില്ല. അപ്പം അഥവാ യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച്, ആമേൻ, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടാത്ത ഒരു വ്യക്തിയുടെയും ആത്മാവ് വീണ്ടും ജനിക്കത്തില്ല. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കണമെങ്കിൽ, സ്തോത്രം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടേ പറ്റൂ. ഇതൊരു മനുഷ്യൻ്റെ കൽപ്പനയല്ല, ഇത് മനുഷ്യൻ്റെ പേരുമല്ല എൻ്റെ പ്രിയരെ. ഇത് പേര് മഹാദൈവത്തിൻ്റെതാണ്. മഹാദൈവത്തിൻ്റെ പേരിൽ സ്നാനപ്പെടുമ്പോഴേ എൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കത്തുള്ളൂ എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? എന്നിൽ വീണ്ടും ജനനം പ്രാപിക്കുന്ന വ്യവസ്ഥ എന്താണ്? ഒന്നും കൂടെ ഞാൻ പറയാം. വചനം ജഡമായി തീർന്നു. ആരാണ് വചനം? ദൈവമാണ്. ആരാണ് വചനം? ക്രൂശിൻ്റെ വചനം എന്നത് ദൈവം. എന്നിൽ ശരീരം ധരിക്കുന്നതിനെയാണ് എൻ്റെ ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. സ്തോത്രം. അപ്പം എൻ്റെ ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവവചനം എന്നിൽ ശരീരം ധരിക്കുന്നതിനെയാണ് ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഞാൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രൻ്റെ ആത്മാവിനെ എനിക്ക് ലഭിക്കുവാനുള്ള കാരണം എന്താണ്? എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചത് കൊണ്ടാണ്. എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചപ്പോൾ, സ്തോത്രം, എൻ്റെ ആത്മാവിന് ലഭിച്ച പദവിയാണ് പുത്രൻ എന്നുള്ള പദവി. എന്തുകൊണ്ടാണ് ഈ പുത്രൻ എന്നുള്ള പദവി ലഭിച്ചത്? ദൈവത്തിൻ്റെ വചനം എന്ന ദൈവാത്മാവ്, വചനമാകുന്നു ആത്മാവ്, ആത്മാവാകുന്നു വചനം. ദൈവം ആരാകുന്നു? ദൈവം വചനമാകുന്നു, ദൈവം ആത്മാവാകുന്നു. അപ്പം ആത്മാവായ, വചനമായ ദൈവം എൻ്റെ ഹൃദയത്തിൽ ജനനമെടുത്തതിനെയാണ് എൻ്റെ ആത്മാവിൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. എൻ്റെ ആത്മാവ് വീണ്ടും ജനിച്ചെന്ന് പറയുമ്പോൾ
ദൈവം എൻ്റെ ഹൃദയത്തിൽ, മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ദൈവം വചനമായ ദൈവം, ആത്മാവായ ദൈവം ശരീരം ധരിച്ചതുപോലെ, അത് അക്ഷരീയ ലോകത്തിന് കാണത്തക്ക രീതിയിലായിരുന്നു. എന്നാൽ ലോകത്തിന് കാണാൻ കഴിയാത്തതും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതുമായ അനുഭവത്തോടുകൂടി എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വചനമായ ആത്മാവായ ദൈവം വീണ്ടും ജനനമെടുത്തതിനെയാണ് എൻ്റെ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയരെ, ഈ അനുഭവം നമ്മൾ പ്രാപിക്കുമ്പോൾ ദൈവദാസനായ ദാവീദിൻ്റെ പ്രവചനം നിവർത്തി നമ്മളിൽ വരികയാണ്. ഞാൻ എപ്പോഴും കർത്താവിനെ എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് കൊണ്ട്, എപ്പോഴും ഞാൻ കർത്താവിനെ മുമ്പിൽ വച്ചിരിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ജനിച്ച് ഞാൻ എൻ്റെ ദൈവവുമായിട്ട് ചേർന്ന് ഞാനും എൻ്റെ ദൈവവും ഒന്നായിത്തീരും. അപ്പം യോഹന്നാന്റെ സുവിശേഷം 15:7 വായിക്കുക. എന്താണ് എഴുതിയിരിക്കുന്നത്? ഒരുവൻ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ ഭൂമിയിൽ വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിപ്പീൻ. ഒരുവൻ എന്നിലും വെച്ചാൽ ഒരു ഭൂമിയിലായിരിക്കുന്ന ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിലാകുക. ഒരുവൻ എന്നിലും എൻ്റെ വചനം, യേശു ക്രിസ്തുവിലായ വിശുദ്ധൻ്റെ വിശുദ്ധ ജീവിതമായ വചനത്തിലുള്ള ജീവിതം. അപ്പം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശു ക്രിസ്തുവിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം ദൈവവചനപ്രകാരം നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലെ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും ചോദിപ്പീൻ, അത് ദൈവത്തിൽ നിന്ന് കിട്ടുമെന്ന്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. എപ്പോഴും ദൈവത്തെ നമ്മുടെ മുമ്പിൽ വെക്കുക. ഇവണ്ണം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നിങ്ങൾ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. ശത്രുവാകുന്ന സാത്താൻ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ കുലുക്കുവാൻ ശ്രമിച്ചാൽ, കുലുക്കാൻ ശ്രമിക്കുന്നവൻ കുലുങ്ങത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ പൈതൽ ഒരു നാളും കുലുങ്ങിപ്പോകില്ല. ഹല്ലേലൂയ. എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്, സമയം തീർന്നുപോയി. സ്തോത്രം. തൻ്റെ പരിശുദ്ധന് ദ്രവ്യത്വം കാണാൻ ഏൽപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം കടന്നു വരാം. ആരാണ് ഈ പരിശുദ്ധനെന്ന് വെളിപ്പെടണമല്ലോ. സ്തോത്രം. ആമേൻ. സർവശക്തൻ നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ കർത്താവിനെ പൂരൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യത്തില്ല, കുലുങ്ങിപ്പോകത്തില്ല. ഈ വചനങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ കർത്താവിനോട് ചേർന്ന് യേശു ക്രിസ്തുവിൽ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ സർവശക്തനെ നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. കർത്താവ് നമ്മോട് കൂടെ, നമ്മൾ കുലുങ്ങുവാൻ അവൻ സമ്മതിക്കില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്.